നമസ്കാരം. ഡെമോക്രസിയാണ് ആദ്യം പ്രധാന തല്ലിക്കെട്ടുകളിലേക്ക് കടക്കാം. പുലിമുരുകനിൽ പുളകം കൊണ്ട് നരിമുരുകൻ. മുരുകൻ കേട്ടറിവിനേക്കാൾ വലുതാണ് മുരുകൻ എന്ന സത്യം. കടുവ പിടുത്തം പടം പിടുത്തത്തിലൊതുക്കി പ്രധാന മുരുകൻ. Chin up, shoulder down, chin down, chin പൊടിക്കാം. Eyes open, ready. ഓട്ടം ഉസാറായിട്ടുണ്ടെന്ന് മൂത്ത സിംഹം. ഫോട്ടോ ഞാൻ വിചാരിച്ചതുപോലെ മോശമായിട്ടില്ല. ഷെഫിന്റെ ചോറിൽ മണ്ണിട്ട് KTDC ചെയർമാൻ. ഗോപാലകൃഷ്ണൻ, എക്സ്ക്യൂസ് മീ, കാര്യം നമ്മൾ ഇന്നലെ കണ്ടെങ്കിലേ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെട്ടില്ല. ഇന്നലെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെട്ടല്ലേ? സാറിന് പണിയൊന്നുമില്ലെന്നും വൈഫിനാണ് പണിയെന്നും. 5 സ്റ്റാർ വൈഫേ. ക്രിസ്മസ് കേക്ക് നിർമ്മിച്ച് സ്വയം തൊഴിൽ കണ്ടെത്തി. ആദ്യം ഒരു വലിയ കുപ്പിയിൽ 100 മില്ലി മൈലെണ്ണ എടുക്കുക. മൈലെണ്ണ കുപ്പിയുടെ അടപ്പ് തുറക്കുക, മാറ്റിവെക്കുക. അത് കഴിഞ്ഞ് ഈ മൈലെണ്ണ കുപ്പിയിൽ നിന്ന് 50 മില്ലിഗ്രാം മൈലെണ്ണ ഈ വലതയിൽ എടുത്ത് ഇങ്ങനെ ഒഴിക്കുക. ഹെൽപ്പർ ആകുമോ എന്ന് ചോദിച്ച് മുൻ ചെയർമാൻ. ഗോപാലകൃഷ്ണ, എന്നെ ഈ പാചകവിദ്യ ഒന്ന് പഠിപ്പിച്ചു തരുമോ? എനിക്കും എന്റെ മുറിയിൽ ഒരു തട്ടുകട തുടങ്ങാമല്ലോ. തട്ടുകടയോ? വിദേശയാത്ര കഴിഞ്ഞ് PC അച്ചായൻ വീണ്ടും സഭയിൽ. വിമാനത്താവളം ഉണ്ടാക്കാൻ മേടിക്കേണ്ട അടൂർപ്രകാശ് ഇങ്ങോട്ട് കൂടിക്കോ. അവിടെ ചെറുവള്ളി എസ്റ്റേറ്റിൽ വിമാനത്താവളം ഉണ്ടാവണം. പൊളിറ്റിക്സ് മീൻസ് പവർ ആൻഡ് പവർ മീൻസ് ബിസിനസ്. മഹിളാ സമ്മേളനത്തെ ഉറക്കി വിജയിപ്പിച്ച് മഹിളാമണികൾ. രാഹുലിനെയും സുധീറിനെയും പ്രീതിപ്പെടുത്താൻ വിഷ്ണുവിന്റെ ഗാനാർച്ചന. ഇന്ന് ആദ്യം ഒരു കേക്ക് നിർമ്മാണമാണ്. ക്രിസ്മസ് ഒക്കെ അടുത്ത് വരികയാണല്ലോ. കേക്കില്ലാതെ എന്താ ആഘോഷം? കേക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ വെറൈറ്റിയിൽ വ്യത്യസ്തതയിലാണ് കാര്യം. അതുകൊണ്ട് പേരെടുത്ത ഷെഫുകളെ തപ്പി നടക്കുകയാണ് നക്ഷത്ര ഹോട്ടലുകാർ. അങ്ങനെയാണ് തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലുകാർ അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തനായ ഒരു ഷെഫിനെ കണ്ടെത്തിയത്. ഗോപാലകൃഷ്ണൻ. അരുവിക്കരയിൽ അംഗം വെട്ടി തോറ്റതിന് ശേഷം പ്രത്യേകിച്ച് പണിയൊന്നുമില്ലായിരുന്ന ഈ ഷെഫ് ഈയിടെയാണ് KTDC ചെയർമാനായത്. അതിന് പിന്നാലെ ആർക്കും ഒന്നും വിട്ടുകൊടുക്കില്ല എന്നാണ് മൂപ്പരുടെ തീരുമാനം. പിന്നെ ഇത്തവണ MLA ആകാൻ കുപ്പായമൊക്കെ തുന്നി ഇസ്തിരിയിട്ട് മടക്കി വെച്ച് സ്വപ്നം കണ്ട് പണി പാളിയ പഴയ KTDC ചെയർമാൻ ഈ പണിയിൽ കടന്നുകൂടണമെന്നൊരു മോഹത്തോടെ വന്നു. എന്നാൽ പ്രധാന ഷെഫ് ഒന്നും വിട്ടുകൊടുക്കില്ല, ഒന്നും. അപ്പോൾ മിക്സിംഗ് ആരംഭിക്കാം. ഗോപാലകൃഷ്ണ, എക്സ്ക്യൂസ് മീ, പ്ലീസ് ഗീവ് മീ എ വേ. ദിസ് വേ. നോ ബോഡി ടച്ചിങ്. താങ്ക് യു. വേണേ ടേസ്റ്റ് ചെയ്തോളൂ കേട്ടോ. ഗോപാലകൃഷ്ണൻ, എക്സ്ക്യൂസ് മീ. കാര്യം നമ്മൾ ഇന്നലെ കണ്ടെങ്കിലേ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെട്ടില്ല. ഇന്നലെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെട്ടല്ലേ? സാറിന് പണിയൊന്നുമില്ലെന്നും വൈഫിനാണ് പണിയെന്നും. 5 സ്റ്റാർ വൈഫേ. ഇതൊക്കെ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളല്ലേ? എനിക്ക് ലേശം പണിയുണ്ടേ. അൽഫാനിയെ കൊച്ചുമഹായ അടുപ്പത്തിരിക്കട്ടെ. എന്ത് ചെയ്യാം? പറ്റിയൊരു അസിസ്റ്റന്റിനെ കിട്ടണ്ടേ? ഞാൻ മതിയോ? ഗോപാലകൃഷ്ണ, എന്നെ ഈ പാചകവിദ്യ ഒന്ന് പഠിപ്പിച്ചു തരുമോ? എനിക്കും എന്റെ മുറിയിൽ ഒരു തട്ടുകട തുടങ്ങാമല്ലോ. തട്ടുകടയോ? ദിസ് ഈസ് മൈ കുക്കിംഗ് ലാബ്. എന്ത് തേങ്ങാക്കോലയോ? ഇത് മുമ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ദോശ ആദ്യം ഒരു വലിയ കുപ്പിയിൽ 100 മില്ലി മൈലെണ്ണ എടുക്കുക. മൈലെണ്ണ കുപ്പിയുടെ അടപ്പ് തുറക്കുക, മാറ്റിവെക്കുക. അത് കഴിഞ്ഞ് ഈ മൈലെണ്ണ കുപ്പിയിൽ നിന്ന് 50 മില്ലിഗ്രാം മൈലെണ്ണ ഈ വലതയിൽ എടുത്ത് ഇങ്ങനെ ഒഴിക്കുക. കുപ്പി മാറ്റിവെക്കുക. സാറിന് കാര്യം അറിയാം. നേരിട്ട് അറിയുന്നൊരാളെ നമ്മൾ ഈ പരിഷ്കാരം ഏർപ്പെടുത്തിയതല്ല. ഈ പരിഷ്കാരം അല്ലാതെ തന്നെ അറിയാം. കേക്കും വയലും
കുടുംബത്തിൽ തന്നെ ഉണ്ടല്ലോ. അതിനുശേഷം ഇങ്ങനെ മൃദുവായി തടവിക്കൊണ്ടിരിക്കുക. എന്ത് രസം. തടവിലിൽ ക്രൂരത സംഭവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നോ ചാർത്തി പാടില്ലാന്ന്. പയ്യെ തിന്നാ പനയും തിന്നാം. ഇക്കാര്യത്തിൽ പനയും തിന്നണോ? ഇതൊരു ബനാന ടോക്കാണ്. ബനാന ടോക്കോ? പഴഞ്ചൊല്ല്. അങ്ങനെ അവസാനം തടവി ഇതൊരു പദമെത്തി കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. അല്ലെങ്കിൽ വെയിലത്തിർത്തിയാലും മതി. ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. വെരി ടേസ്റ്റി. Yes, really delicious. ബേഡർ ഒന്നുകൂടെ വരൂ. ഈ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയത് ആരാ? ഞങ്ങളുടെ പുതിയൊരു കുക്ക ഗോപാലകൃഷ്ണൻ. ഒന്ന് വിളിക്കാമോ? ഗോപാലകൃഷ്ണൻ. പ്ലീസ് കം. യെസ് സർ. തനിക്ക് ഈ സാധനങ്ങൾ ഉണ്ടാക്കുന്ന ടി വി കാണിച്ചൂടെ? അത് ടിവിയിൽ ഇതൊക്കെ പെർഫോം ചെയ്യണമെങ്കിൽ എന്നെ റെക്കമെൻഡ് ചെയ്യാൻ ആരുമില്ല സർ. ഞാൻ മാസ്റ്റർ ടിവിയുടെ പ്രോഗ്രാം പ്രൊഡ്യൂസറാണ്. എന്നെ വന്ന് കണ്ടാൽ മതി. കീപ് മൈ കാർഡ്. താങ്ക് യു സർ. ഹായ്, വെൽക്കം. ഹാർട്ടി വെൽക്കം. ദിസ് ഈസ് കുക്കിംഗ് ലാബ്. ഹോട്ടലിലേക്കുള്ള പുതിയ ഐറ്റംസ് പ്രിപ്പയർ ചെയ്ത് പഠിക്കാനുള്ള പരീക്ഷണശാലയാണ്. ഐ മീൻ ഫുഡ് റിസർച്ച് സെന്റർ, FRC ഇന്ത്യ. ഇതാണ് അൽഫാനിയ കുച്ച് മഹായ്. നോട്ട് ഹായ്, മഹായ്. ഇതൊരു വെസ്റ്റേൺ അറബിക് ചൈനീസ് കൊളാബറേറ്റഡ് ഫുഡ് ആണ്. നോ ഐസിനകത്ത് ഇടില്ല. നാളെ ടിവിയിൽ ഒരു ഡെമോൺസ്ട്രേഷൻ ഉണ്ട്. അതിനുവേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ മീൻ റിഹേഴ്സൽ. നിങ്ങളെ പോലുള്ള വീട്ടമ്മമാർക്ക് വേണ്ടിയാണ് എന്റെ ശ്രമങ്ങളെല്ലാം. നിങ്ങളുടെ സംതൃപ്തിയാണ് എന്റെ സന്തോഷം. ആദ്യമായിട്ടാണ് കാണുന്നതും ചെയ്യുന്നതല്ല. അപ്പം അതിൻ്റെ ഒരു പരിചയക്കുറവോ അല്ലെങ്കിൽ ഒരു അമ്പരപ്പോ ഉണ്ട്, അത്രയേ ഉള്ളൂ. പക്ഷേ ഇത് വളരെ പുരാതനമായിട്ടുള്ള ഒരു ചടങ്ങാണ്. ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു ചടങ്ങാണ്. കുടുംബാംഗങ്ങളെല്ലാം ചേർന്നുകൊണ്ട് കുടുംബങ്ങളിലാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ രൂപത്തിൽ ഇവിടെ തന്നെ ഇത് വളരെ മാസ്കറ്റ് ഹോട്ടലിൽ തന്നെ ഇത് പ്ലാൻ ചെയ്ത് വളരെ നല്ല നിലയിൽ മാതൃകാപരമായിട്ട് സംഘടിപ്പിക്കുന്ന ഒരു ചടങ്ങാണ്. അങ്ങനെ കൂട്ടായി. ഇനി ഒന്ന് പഴകണം. നിലവിൽ പല നിറത്തിലാണ് കൂട്ട്. ഇത് ഒരുങ്ങി വരുമ്പോഴേക്കും കേക്കിൻ്റെ നിറം കട്ട ചുവപ്പാകുമോ എന്നതാണ് അറിയേണ്ടത്. അത് ക്രിസ്മസ് വരെ കാത്തിരുന്ന് കാണാം. ലാലേട്ടൻ പുലിമുരുകനായതോടെ നാട്ടിൽ ഫാൻസിനെ കൊണ്ട് രക്ഷയില്ലാത്ത അവസ്ഥയാണ്. ഒടുവിലിതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുലിമുരുകനാവുകയാണ്. ഛത്തീസ്ഗഡിലെ നന്ദൻവൻ മൃഗസംരക്ഷണ കേന്ദ്രം സന്ദർശിക്കാൻ എത്തിയപ്പോഴാണ് മോദി കടുവ വേട്ടക്കാരനായത്. ഇന്ത്യയിലെ പ്രധാന വേട്ടക്കാരനായ മോദി വേട്ടയ്ക്കായി ഇറങ്ങുകയാണ്, എല്ലാവരെയും കോരിത്തരിപ്പിച്ചുകൊണ്ട്. മുരുകൻ കേട്ടറിവിനേക്കാൾ വലുതാണ് മുരുകൻ എന്ന സത്യം. 6 തലയിൽ ബുദ്ധിയും അതിനൊത്ത ശക്തിയുമുള്ള അറുമുഖനാണവൻ. നരഭോജികളായ വരയം പുലികൾക്ക് അന്തകനാകാൻ അവതാരമെടുത്തവൻ. മുരുകനടഞ്ഞ നരസിംഹ. ഒലി പതുങ്ങുന്നത് ഒളിക്കാനല്ല, കുതിക്കാനാണ്. ഇനി വേട്ടയാണ്, കൊടും വേട്ട. എല്ലാവരും കരുതിയിരുന്നോളണം. ചിൻ അപ്പ്, ഷോൾഡർ ഡൗൺ, ചിൻ ഡൗൺ, ചിൻ പൊടിക്കാം. ഐസ് ഓപ്പൺ, റെഡി. നൈസായിട്ട് വെളുപ്പിച്ചിട്ടുണ്ട്. ഫോട്ടോ ഞാൻ വിചാരിച്ചതുപോലെ മോശമായിട്ടില്ല. ഫോട്ടം ഉസാറായിട്ടുണ്ട് എന്നാണ് കടുവ മോദിയെ അറിയിച്ചത്. എന്തായാലും ലാലേട്ടൻ്റെ പുലിമുരുകൻ കണ്ടതിന് ശേഷമാണ് ഈ തരത്തിലുള്ള ഒരു ഉദ്യമത്തിന് ഇറങ്ങിത്തിരിക്കാൻ മോദിക്ക് പ്രചോദനം കിട്ടിയത് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട്
ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്കും വേട്ട നടത്താൻ പ്രധാന മുരുകൻ ഉടൻ രംഗത്തിറങ്ങിയേക്കും. ഇനി സഭാവിശേഷങ്ങളാണ്, ഇടവേള കഴിയണം. പുതിയ മെമ്പർ ശുദ്ധഗതിക്കാരി ആയതുകൊണ്ട് സത്യം വിളിച്ചു പറഞ്ഞു. ഒരു പുതിയ മെമ്പർ എന്ന നിലയിൽ അവരെ അതിൽ കൂടുതൽ ഹരാസ് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയാം. അത് ശരിയല്ല. അത് കാരണം ഞാൻ ബഹുമാനപ്പെട്ട മെമ്പറെ പറഞ്ഞ് കേട്ടോണ്ടിരിക്കുക. അവിടെ നടന്ന എന്താണെന്ന് ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ.